ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, ഭിണ്ടി മസാല. കണ്ടില്ലേ, ഇതാണ് ഭിണ്ടി മസാല. നമ്മൾ ചപ്പാത്തിക്കും പിന്നെ പച്ചരി ചോറാണെങ്കിലും ഇത് കൂട്ടാൻ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെണ്ടയ്ക്ക ഇതുപോലെ ഒരു വെണ്ടയ്ക്ക ഇതുപോലെ 3 കഷ്ണങ്ങളായിട്ട് അരിയുക. ചെറിയ വെണ്ടയ്ക്കാണെങ്കിൽ 2ആയിട്ട് അരിഞ്ഞാലും മതി. ഇതുപോലെ അരിയുക. പിന്നെ 1/2 കപ്പ് തക്കാളി അരച്ചത്, പിന്നെ ഒരു 1/4 കപ്പ് തൈര്, പച്ചമുളക് ഒരെണ്ണം, സവാള ഒരു പകുതി സവാള മതി കേട്ടോ. സവാളയ്ക്ക് വലിയ വില കൂടിയൊക്കെ ഇരിക്കുന്ന സമയമല്ലേ, അതുകൊണ്ട് കുറച്ച് മതി, 1/4 ഭാഗമായാലും മതി. പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല അത് കുറച്ച് മതി, നമ്മൾ അവസാനം ഇടത്തുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, കുറച്ചൊരു 1/4 ടീസ്പൂൺ, പിന്നെ പഞ്ചസാര, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് രണ്ടും 1 ടീസ്പൂൺ വീതം, പിന്നെ കസ്തൂരി മേത്തി അത് 2 ടീസ്പൂൺ, പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. അപ്പം നമുക്ക് ആദ്യം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാനിൽ എണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെണ്ടയ്ക്ക് അതിലേക്ക് ഇടാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല മുരിഞ്ഞ് ആ പാകമാകുമ്പോൾ നമുക്ക് അവസാനം കുറച്ച് ഉപ്പിടുന്നു. കണ്ടു, ഇപ്പം അത് പാകമായി. ഇനി ഉപ്പിടാൻ നമുക്ക്. അതിൻ്റെ നിറം ഒരുപാട് മാറാൻ പാടില്ല, എന്നാൽ നല്ല കുറേശ്ശെ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് ചെറുതായിട്ട് വരില്ലേ, അതാണ് അതിൻ്റെ പാകം എന്ന് പറയണേ. ഓക്കെ, ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാൻ ഓഫ് ചെയ്യണ്ട, നമുക്ക് ബാക്കി സാധനങ്ങളെല്ലാം ഇതിനകത്തിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ ഉണ്ട് ഇതിനകത്ത്. ഇതിലേക്ക് ഞാൻ സവാള അരിഞ്ഞതിടുകയാണ്. ഒരു കുഞ്ഞ് സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് ഒരു സവാളയുടെ വലുതാണെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗമായാലും മതി. ഇത്രയും വെണ്ടയ്ക്കയ്ക്ക് ഒരാൾക്ക് കൂട്ടാനുള്ളതാണ് ഞാൻ മിക്കവാറും ഉണ്ടാക്കണേ. അപ്പം ഒത്തിരി പേർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കൂട്ടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് 1 പച്ചമുളക് മതി. നമ്മൾ ഗരം മസാലയും പിന്നെ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് 1 പച്ചമുളക് മതി. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണോളം ഉണ്ട്, അത് ചേർക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പോൾ അറിയാമല്ലോ, നിങ്ങൾക്ക് നല്ലൊരു മണം വരുമല്ലോ. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക.
ഓക്കെ, ഞാനത് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി തക്കാളി നമ്മൾ അരച്ചില്ലേ അത് ഇതിനകത്തേക്ക്, ഒന്നുമില്ല, തക്കാളി വലിയൊരു തക്കാളി അരച്ചതാണിത്, അത് ഇതിനകത്തേക്ക് ഒഴിക്കുക. വേവിച്ചിട്ടൊന്നുമല്ല, സാധാരണ നമ്മൾ തക്കാളി മിക്സിയിലിട്ട് അടിക്കുമല്ലോ അതുപോലെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി കുറുകണം നന്നായിട്ട്, അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയണത്. അതിനിടയ്ക്ക് നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചത്, അതിൻ്റെ കളറൊക്കെ മാറിയത് കണ്ടില്ലേ. നമുക്ക് പൊടികളിടാം. ആദ്യം മഞ്ഞൾപ്പൊടി, അടിപൊളി കളറായിട്ടുണ്ട്. തക്കാളിക്ക് വലിയ നിറയില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു നിറക്കുറവ് പരിഹരിക്കാൻ മഞ്ഞൾ കഴിഞ്ഞു. ഈ നമ്മുടെ ആഹാരത്തിൽ കളറിന് വലിയൊരു പങ്കുണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകം. ഈ നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ ജീരകം ഒരു മെയിൻ ആളാണ്. ജീരകം ഇല്ലാത്തൊരു പരിപാടി അവർക്ക് ഇല്ലയെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഒരുപാട് ഡിഷിൽ അവർ ജീരകം ചേർക്കും, പ്രത്യേകിച്ച് ചപ്പാത്തി കൂട്ടാനുകളിലൊക്കെ. അതിങ്ങനെ കുറുകി വരുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം 1-2 ആൾക്ക് കഴിക്കാം, അത്രയേ ഉള്ളൂ. കുറച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഇതിൻ്റെ അളവെല്ലാം കൂട്ടുക, അറിയാമല്ലോ. ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിക്കാം. തൈര് അതൊന്ന് ചെറുതായിട്ട് വിസ്ക് കൊണ്ടോ ഒന്ന് അടിച്ചിട്ട് വേണം ഒഴിക്കാൻ. കട്ട തൈര് അതുപോലെ ഒഴിക്കരുത്, ചെറുതായിട്ടൊന്ന് മോരാക്കാനും പാടില്ല. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഇളക്കി കൊടുക്കൊണ്ട് ഇരിക്കണ്ട കേട്ടോ. ഇപ്പോൾ ഞാൻ ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്, വെള്ളം ഞാൻ ഒഴിക്കാൻ പോകണം, അതുകൊണ്ട് കുറച്ച് ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഒരു മീഡിയം ഇതിലേക്ക് വെച്ചിട്ടുണ്ട് ഫ്ലെയിം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറേശ്ശെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ വെണ്ടയ്ക്ക വഴറ്റിയപ്പം അതിൽ ഉപ്പ് ചേർത്തു, അതുകൊണ്ട് ഇതിനകത്ത് അധികം ഇടണ്ട. ഭയങ്കര ഉപ്പായിരിക്കും. വെണ്ടയ്ക്ക അറിയാമല്ലോ, നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ആകുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് കൂടിയാലും ഭയങ്കര ഉപ്പ് തോന്നിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വറുത്ത് വച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിനകത്തേക്ക് ഇടാം. ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് തിളയ്ക്കണം. ആ വെണ്ടയ്ക്കയിലേക്ക് മസാലക്കൂട്ടെല്ലാം പിടിക്കണമല്ലോ.
നമുക്ക് അവസാനമാണ് കേട്ടോ ഞാൻ ഗരം മസാല ചേർത്തത്. ഗരം മസാല ചേർക്കാം. പിന്നെ പഞ്ചസാര, ആ ബാക്കി എല്ലാ മസാലകളും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കും. ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കസ്തൂരി മേത്തി ഇതിലേക്ക് ചേർക്കാം. അതൊരു കുറച്ച് ചേർത്താൽ മതി, 1.5 ടീസ്പൂൺ അത്ര മതി, ഒരുപാട് ചേർക്കണ്ട. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല മണം വരുന്നുണ്ട് ഇതിന്. ഓക്കെ, അപ്പം നമ്മുടെ ഭിണ്ടി മസാല തയ്യാറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. നാളെ 1 മണിക്ക് നമുക്ക് വേറൊരു വിഭവമായിട്ട് കാണാം.